സ്വാഗതം. നമ്മൾ പലരും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ആയിട്ട് സെർച്ച് ചെയ്ത ഒരു സാധനമായിരിക്കും ജ്യൂസ് മേക്കർ. അപ്പോൾ ആ ജ്യൂസ് മേക്കർ ഞാനിന്ന് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് എന്ന രീതിയിൽ ഒരു റിവ്യൂ അൺബോക്സിങ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇത് പലരും പല അഭിപ്രായങ്ങളാണ് എന്നോട് പറഞ്ഞത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ ഓരോന്നിൻ്റെ അടുത്ത് റിവ്യൂ നോക്കിയാലും നമുക്കൊരു എന്താ പറയുക ഒരു ഡൗട്ട് അടിക്കുന്ന രീതിയിലാണ്. കാരണം 2.5 മുതൽ 3.5 വരെ മാത്രമാണ് റിവ്യൂ കാണിക്കുന്നത്. ചിലത് കുറച്ച് കൂടുതൽ റിവ്യൂകൾ കാണിക്കുന്നുണ്ട്. അപ്പം കുറേ നാളായി ഞാനിതൊന്ന് വാങ്ങുന്നിരിക്കുന്നത്. അത്ര റേറ്റ് ഒന്നും ഇല്ലാതെ 500 രൂപേൻ്റെ 500-600 രൂപ ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ട് വാങ്ങണോ വേണ്ടിയോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എത്രത്തോളം വർക്ക് ആകുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ ക്യാഷിന് അത് മുതലാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ട്. ഏതാണ് ഐറ്റംസ്, അതിൻ്റെ എത്രത്തോളം ചാർജ് എടുക്കുന്നുണ്ട്, എത്രത്തോളം ചാർജ്, ബാറ്ററി ചാർജ് എത്രത്തോളം വേണം, ചാർജിങ് കപ്പാസിറ്റി എല്ലാം ഇതിലിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ തല ഇരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി എന്താകും എന്നറിയില്ല. ഓക്കെ, ഇതിൻ്റെ ഒരുമിച്ച് ഈ ഒരു ബോക്സിലുള്ളതെന്ന് പറയാനൊരു ഡാറ്റ ചാർജിങ് കേബിൾ മാത്രമാണ്. അതായത് ഇത് നമുക്ക് ലാപ്ടോപ്പിലോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം. 3 വോൾട്ടാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. 3 വോൾട്ടാണ്. ലാപ്ടോപ്പിലോ പവർ ബാഗിലോ അങ്ങനെയായിട്ടും നമുക്ക് ചാർജ് ചെയ്യാം. ചെറിയൊരു ചാർജിങ് കേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കാണാനൊക്കെ നല്ല സൂപ്പറാണ്. ഒരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ കറക്റ്റായിട്ടല്ല അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 500 റുപ്പീസിൻ്റെ സാധനം. ആ ഒരു ഇത് മാത്രമേ നോക്കണ്ടൂ. ഒരു സ്റ്റിക്കർ പോലെ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അത് USB-ൻ്റെ പോർട്ടും ചാർജിങ് പോർട്ടുമാണ് ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്കെന്തായാലും ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് 2 ടോപ്പ് വരുന്നുണ്ട്. ഒന്ന് മുകളിലത്തെ ടോപ്പും പിന്നെ ഒന്ന് ഇതൊരു നെറ്റ് ടൈപ്പ് ടോപ്പും വരുന്നുണ്ട്. കാരണം നമുക്ക് ജ്യൂസിൽ അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര പാർട്ടുകളാക്കിയിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ്റും. അതായത് മുകളിലത്തെ ഒരു ടോപ്പ്, അതിൻ്റെ ഒരു ഫിൽറ്റർ, അതിൻ്റെ ജ്യൂസ് അടിക്കുന്ന ഒരു കപ്പ് പോലത്തെ ഒരു ഇതുണ്ട്, പിന്നെ അതിൻ്റെ ജ്യൂസിങ് മെഷീൻ, അതിൻ്റെ ബ്ലേഡ് ഒരു 4 ബ്ലേഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. മൂർച്ചമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഇതൊന്ന് റീഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ വാട്ടർ മെലൺ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ, കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് അടിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. ഇതാണ്, നമുക്കൊന്ന് അമർത്തി നോക്കാം. വർക്കായിട്ടില്ല ഫ്രണ്ട്സ്. ഇത് വർക്കാകുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. അതിൻ്റെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ വർക്കായില്ല. പൂർവ്വശം വർക്കായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് വർക്കായിട്ടുണ്ട്. പക്ഷേ ഒരു ഉപയോഗവും ഇല്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ബ്ലേഡ് ഉള്ളിൽ നിന്ന് നന്നായിട്ട് കറങ്ങുന്നുണ്ട്, പക്ഷെ ഒരു ഉപയോഗവും ഇല്ല. അപ്പോൾ എൻ്റെ 500 രൂപ ഇപ്പം പോയിട്ടേ ഉള്ളത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ 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 ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത് വർക്കായി. അപ്പോൾ എൻ്റെ 500 രൂപ പോയിട്ടില്ല. ആ കാര്യത്തിൽ ഭാഗ്യമുണ്ട്. വർക്കാകുന്നുണ്ട്, നന്നായിട്ട് മിക്സ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. ഫ്രൂട്ട്സ് എല്ലാം കുറച്ചും കൂടി ഇട്ട് നോക്കാം. കൂടുതൽ ഫ്രൂട്ട്സ് ഇടുമ്പം ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നുണ്ട്. പക്ഷെ എന്നാലും 500 രൂപ എന്താ പറയുക ഇതിന്. ഓക്കെ,
500 രൂപ മുതലാണെന്നോ മുതലാകുന്നില്ല എന്നോ പറയാൻ പറ്റുന്നില്ല. രണ്ടഭിപ്രായത്തിലുള്ളത്. കുറച്ച് പ്രയാസമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വർക്കാകുന്നില്ല. കാരണം ഇത് എൻ്റെ അടുത്ത് ഒരു തെറ്റുണ്ടായിരുന്നു. കാരണം ഞാൻ ചാർജ് ചെയ്തിരുന്നില്ല. ഇതിപ്പോൾ ഓഫാക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ഒരു മൊബൈലോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ചാർജ് ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ചാർജ് ചെയ്തിരുന്നില്ല. നിങ്ങൾ കണ്ടാകുന്ന എടുത്തന്നെ ഞാൻ തന്നെ ഓപ്പൺ ചെയ്ത് തന്നെ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ചാർജ് ചെയ്തിരുന്നില്ല. ഞാൻ ഈ യൂസോടുകൂടി ഒരു മണിക്കൂറോളം ഞാൻ ചാർജ് ചെയ്തു. അതിനുശേഷം ഒന്നും കൂടി ഞാൻ ട്രൈ ചെയ്തു. അപ്പം വർക്ക് ആകുന്നുണ്ട്. അപ്പം സാധനത്തിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നും പറയാനുള്ളത് നമ്മുടെ ഈ സ്വിച്ചിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ല. കാരണം ഈ സ്വിച്ചിന്റെ ഈ ഒരു ഐക്കൺ കാണിക്കുന്നത് കുറച്ച് മാറിയിട്ടില്ല. സ്വിച്ച് ഏകദേശം ഈ ഒരു പോർഷനിലാണ് സ്വിച്ച് വരുന്നത്. ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. അപ്പം ഇത് കാണിക്കുന്നത് കുറച്ച് മുകളിലേക്കായിട്ടാണ്. പിന്നെ ഒരു USB പോർട്ട് ഉണ്ട്. ഇത് നമ്മളെ പവർ ബാങ്കിന് പകരം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം, മൊബൈൽ ചാർജ് ചെയ്യാം. അപ്പം 500 രൂപക്ക് മുതൽ തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ഇപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. മെയിനായിട്ട് ഇതിനൊരു ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പം ജ്യൂസ് അടിച്ചാൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നന്നായി ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ യൂസ് ചെയ്യാം. അപ്പം എല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പം 500 രൂപക്ക് ലാഭം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇത് ഞാനൊരു 2.5 മുതൽ 3 വരെ മാത്രമേ ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നുള്ളൂ. അതുവരെയാണ് ഞാൻ എല്ലാ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഞാൻ കണ്ടത്. അത്ര തന്നെ റേറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു റേറ്റിംഗ് കറക്റ്റ് ആയിരുന്നു. കാരണം കുറച്ച് ഇതിനൊരു മിസ്റ്റേക്കുകളുണ്ട്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയൊരു മിസ്റ്റേക്കുകളുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം കൂടുതൽ നേരം ഇത് കറങ്ങില്ല, കൂടുതൽ നേരം പ്രവർത്തിക്കില്ല. ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ബട്ടൺ ഞെക്കിയിട്ട് ഓണാക്കുമ്പോൾ തന്നെ 2-3 പ്രാവശ്യം ബട്ടൺ ഞെക്കിയാലാണ് ഇത് ഓണായി വരുന്നത് തന്നെ. ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഇതൊന്ന് വർക്കായത്. ഓഫാകുന്ന അങ്ങനെയല്ല, ഒറ്റ ബട്ടണിൽ തന്നെ ഇത് ഓഫാകുന്നുണ്ട്. അപ്പം പ്രൊഡക്റ്റ് വൈസ് ഇതൊരു നല്ലതുമാണ് ചീത്തതുമാണ്. മീൻസ് നല്ലൊരു ഇതുമാണ്. അതുപോലെ തന്നെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട്, അതായത് ഇതാണ് ഐറ്റംസ്, ഇതാണ് വരുന്നത്. എന്തായാലും ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയ ആമസോണിന്റെ ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.